അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. കേരളക്കരെ ആകെ കരയിപ്പിച്ച ആ ഒരു ദുരന്തം, നമ്മുടെയൊന്നും ആരുമല്ലാഞ്ഞിട്ട് പോലും കേട്ടവരൊക്കെ പൊട്ടിക്കരഞ്ഞുപോയ ആ ഒരു ദുരന്തം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മരണവാർത്ത എന്തേ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാഞ്ഞേ എന്ന് കുറച്ച് ആളുകളുടെ ചോദ്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. ഈ ഒരു വാർത്ത കേരളക്കാരെ ആകെ കണ്ണീരിലായെത്തിയ ഒരു വാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാതിരുന്നത്. ഈ മരണത്തെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും എല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ചുരുക്കി പറയാം. അതിനുശേഷം നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ദുആ ചെയ്യണം. യാത്ര പോയത് 13 അംഗ സംഘമായിരുന്നു. യാത്ര പോയിരിക്കുന്നത് പെരിന്തൽമണ്ണ പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും കുടുംബവുമായിരുന്നു. വർഷത്തിൽ പോകുന്നതായിരുന്നു ഇവർ. എല്ലാ വർഷവും ഇതുപോലെ വിനോദയാത്ര പോകുന്നവരായിരുന്നു. ഒരു കുടുംബം പോലെയായിരുന്നു ആ അധ്യാപകർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും ഏറെ സന്തോഷത്തോടെ അവർ വിനോദയാത്ര പോയതായിരുന്നു. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാകും, ഓരോ ആഗ്രഹങ്ങളുണ്ടാകും. എല്ലാം മറന്നുള്ള ആ ഒരു യാത്ര, ആ ഒരു വിനോദയാത്രക്കിടെ തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ വെച്ച് 9ാം വളവിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന മിനി വാൻ റോഡരികിലെ സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 13ാം വളവിൽ നിന്നും ആ മിനി വാൻ പതിച്ചത് 9ാം വളവിലേക്കായിരുന്നു. സുബ്ഹാനല്ലാഹ്. കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണ് മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ മരണത്തിലും മതവർഗീയത കൊണ്ടുവരുന്ന ആളുകളുമുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്തണം. കേരളമാകെ കണ്ണീരൊഴുക്കുമ്പോൾ മരണത്തിൽ പോലും മതം കൊണ്ടുവരുന്നവരെ മാറ്റി നിർത്തിയേക്കണം. ഈ സംഭവം നടന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ഈ സംഭവം നടക്കുന്നത്. നമുക്കിനി മരണപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ്. അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ചോദിക്കുക. വാർത്തകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടതായിരിക്കും. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം പ്രിയപ്പെട്ടവരെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നിനക്കറിയാലോ റബ്ബേ, 9 പേരാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് മരണപ്പെട്ടത് എന്ന് നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പെട്ടെന്നുള്ള അപകട മരണമാണ് റബ്ബേ. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഷഹീദിൻ്റെ പ്രതിഫലം നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായവരുണ്ട് റബ്ബേ. അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. അവരെ എത്രയും പെട്ടെന്ന് നീ സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. നരകം ഹറാമാക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.